നമ്മൾ സാധാരണ ചിക്കൻ ശരിയാക്കുമ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് എല്ലാവരും എടുത്ത് മാറ്റി വയ്ക്കുകയാണ് പതിവല്ലേ. നമ്മൾ കറി വെച്ചാലും ചിക്കൻ്റെ ബ്രസ്റ്റ് എല്ലാവരും മാറ്റി വയ്ക്കും. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രമായിട്ട് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് കൊണ്ട് ഇന്നൊരു കറിയാക്കിയല്ലോ. അതിലൊരു പീസ് പോലും എടുത്ത് മാറ്റാത്ത തരത്തിൽ നമുക്ക് കറിയാക്കാം, നല്ല ടേസ്റ്റായിട്ട്. അതെങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതിലൊക്കെ അല്പം ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു, അല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു, അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. അതേ സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഇത് ശരിയാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ചിക്കൻ കട്ട് ചെയ്ത് അതിൻ്റെ ബ്രസ്റ്റ് മാത്രം എടുത്ത് മാറ്റിയതാണ്. എപ്പോൾ ചിക്കൻ കറി വെച്ചാലും അതിൻ്റെ ബ്രസ്റ്റ് എല്ലാം അതിലിരിക്കും, ബാക്കി എല്ലാവരും കഴിക്കും. അപ്പോൾ ഇനി ഇങ്ങനെയൊന്ന് ശരിയാക്കി നോക്കാം. അപ്പോൾ ഇതിവിടെ ഒരു 5 മിനിറ്റ് ഇവിടെ നിന്നിരിക്കട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഈ പീസ് കറുവാപ്പട്ട ഇട്ടു, 2 ക്ലോവ് ഇട്ടു, അല്പം ബേ ലീവ്സ് ഇട്ടു. ഇത് നന്നായിട്ട് മൂക്കട്ടെ. ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത ഉള്ളിയാണ്. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് വരുന്നതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് ഇടാം, ചതച്ചെടുത്തതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ കറി എന്തായാലും കഴിക്കാതിരിക്കില്ല, അത്ര ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ ശരിയാക്കി എടുക്കുമ്പോൾ. ചിക്കൻ 2 സൈഡും അതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറട്ടെ. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. അതൊന്ന് മൂത്ത് കിട്ടണം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ഇട്ടിട്ട് ചിക്കനും ആ മസാലകളെല്ലാം അതിനകത്തിൽ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ അല്പം കൂട്ടി വെച്ച് തന്നെ നമുക്ക് ടൊമാറ്റോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിലിരുന്നൊന്ന് വെന്ത് കൊടുക്കട്ടെ. ഇതിലേക്ക് അല്പം മാത്രം ഗരം മസാല ഇട്ട് കൊടുക്കാം. മീഡിയം തീയിലിരുന്ന് ഒന്ന് തിളച്ച് വേകട്ടെ. ഈ ചിക്കൻ കുറച്ചുകൂടെ ഒന്ന് വേകണം. കറി അപ്പോഴത്തേക്കിനും നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ വീടുകളിൽ ചിക്കൻ കറി വയ്ക്കുമ്പോൾ എനിക്ക് ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് വേണ്ട അമ്മ, അല്ലെങ്കിൽ എനിക്ക് ഈ ഭാഗം വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അവരെ പറ്റിക്കാം. അവർ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കുന്നത് നമ്മൾ നോക്കിയിരിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ മക്കൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ ഡെലിഷ്യസ് ആയ ഒരു കറിയാണിത്.
ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. ഈ ചിക്കൻ കറിയെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി, ചിക്കൻ ബ്രസ്റ്റ് കൊണ്ട് വെച്ച ചിക്കൻ കറി. ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.